Hello everyone, this is a video lesson on the chapter Structural Violence and the Trans Struggle for Dignity. This is a paper written by G. Iman Semmeler. G. Iman Semmeler is a graduate teaching assistant in law in University of Kent, England. He is a theatre actor, he is a writer, and he is one of the co-founders of Panmai Theatre, which is based in Chennai. It is the first transgender theatre group in Tamil Nadu. So this particular article discusses structural violence. So what is structural violence? We will discuss that first before we move on to the actual essay. വി ഓൾ നോ വാട്ട് വയലൻസ് ഇസ്. നമുക്കതെല്ലാവർക്കും അറിയാം. വയലൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്ന ഒരു ഇമേജ് ഉണ്ട്. ഒരാൾ മറ്റൊരാളെ അടിക്കുക, അല്ലെങ്കിൽ കുത്തിക്കൊല്ലുക, വെടിവെക്കുക, അങ്ങനെയുള്ള ആക്ട്സ് ഓഫ് വയലൻസ് ആണ് നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്നത്. ഓൾ ദീസ് ആർ ഡിറക്റ്റ് വയലൻസ്. സ്ട്രക്ചറൽ വയലൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സഫറിങ് ഫേസ്ഡ് ബൈ എ പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓർ എ കമ്മ്യൂണിറ്റി ബിക്കോസ് ഓഫ് ദ സ്ട്രക്ചേഴ്സ് ഇൻ അവർ സൊസൈറ്റി. സോഷ്യൽ സ്ട്രക്ചേഴ്സ് കാരണം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാവുന്ന സഫറിങ്സ് അല്ലെങ്കിൽ വയലൻസ്. ഇവിടെ വയലൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഡിറക്റ്റ് ഫിസിക്കൽ വയലൻസ്. ഇറ്റ് ക്യാൻ ബി മെൻ്റൽ ടോർച്ചർ ഓർ ഇറ്റ് ക്യാൻ ഓൾസോ ബി ഇനീക്വാളിറ്റി. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സൊസൈറ്റിയിൽ ഒരു സ്ട്രക്ചറിൽ പെടുന്നതാണ് ഈ പേട്രിയാർക്കി എന്ന് പറയുന്നത്, പുരുഷാധിപത്യം. Okay, our society is patriarchal. Okay, so what happens is ഈ ഒരു സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് തന്നെ ദിസ് ഇസ് റിഫ്ലെക്റ്റഡ് in different fields in life. Like for example, in the workplace, a man and a woman doing the same job under the same title are paid unequal wages or salary. Why? Because it is considered that a man, being a man, does more work than the woman. ഓക്കെ, രണ്ടുപേരും ഒരേ ജോലിയാണ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ പുരുഷനായതുകൊണ്ട് അയാൾ കുറച്ചുകൂടെ എഫിഷ്യൻ്റായിട്ട് ചെയ്യും. ഫിസിക്കലി അയാൾക്ക് കുറച്ചുകൂടെ ഒരു കഴിവുണ്ട്. അതുകൊണ്ട് അയാൾക്ക് കുറച്ചുകൂടെ സാലറി അയാൾ ഡിസേർവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കൊടുക്കും. സ്ത്രീകളുടെ കാര്യം വരുമ്പോൾ സ്ത്രീയല്ലേ, അവർ അത്രയ്ക്കല്ലേ ചെയ്യുള്ളൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുമാണ്. സോ പുരുഷാധിപത്യം ഉള്ള ഒരു സൊസൈറ്റി ആയതുകൊണ്ടാണ് ഇങ്ങനൊരു വിവേചനം, ഈ ഒരു ഡിസ്ക്രിമിനേഷൻ ഇൻ സാലറി ഉണ്ടാകുന്നത്. ഇതിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ വയലൻസ് എന്ന് പറയുന്നത്. സ്ട്രക്ചർ ഓഫ് ദ സൊസൈറ്റി, അതിൽ തന്നെ ഒരു കുഴപ്പമുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് റിഫ്ലെക്റ്റഡ് ഇൻ ഓൾ അതർ ഫീൽഡ്സ്. സോ you should know one more thing about G. Iman Semmeler. G. Iman Semmeler was born as a female. He was designated a female. When he grew up, he identified himself as a male and he underwent surgery. And so G. Iman Semmeler is a trans man. From woman to man, he's a trans man. So he begins this paper with a quote. For us is a battle not for wealth or for power. It is a battle for freedom. It is a battle for the reclamation of the human personality. This was written by Dr. B.R. Ambedkar. This was written from the Dalit perspective. Okay, so what he means is that we're not fighting for power, wealth or power. Okay, പണത്തിനോ പവറിനോ വേണ്ടിയിട്ടൊന്നും അല്ല, അധികാരത്തിനോ ഒന്നും വേണ്ടിയിട്ടല്ല നമ്മൾ ഈ ഫൈറ്റ് ചെയ്യുന്നത്. വി ആർ ഫൈറ്റിംഗ് ഫോർ ദി റെക്ലമേഷൻ ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി, ഫോർ അസ് ടു ബി കൺസിഡേർഡ് ആസ് ഹ്യൂമൻ ബീയിങ്സ്. ഓക്കെ, ജസ്റ്റ് ഫോർ അസ് ദളിറ്റ്സ് ടു ബി കൺസിഡേർഡ് ആസ് ഹ്യൂമൻ ബീയിങ്സ്. അല്ലാതെ നമുക്ക് വേണ്ടത് പൈസയോ അധികാരമോ ഇതൊന്നുമല്ല. ഓക്കെ, വി ആർ ഫൈറ്റിംഗ് ഫോർ അസ് ടു ബി കൺസിഡേർഡ് ആസ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് നോട്ട് ആസ് animals or objects. So let's read the essay. Structures of oppression like caste, class, patriarchy and racism function through creating inequalities that are maintained and perpetrated through institutional support. So caste, class, patriarchy, racism, വംശീയമായിട്ടുള്ള വിവേചനം,
ഈ കാര്യങ്ങളൊക്കെ all these inequalities are maintained through institutional support. Institutional support എന്ന് പറയുമ്പോൾ ഇപ്പോൾ marriage is an institution. Okay, take for example dowry in marriage. Dowry എന്തുകൊണ്ടാണ് അങ്ങനൊരു സമ്പ്രദായം വന്നത്? വൈ? ബിക്കോസ് സ്ട്രക്ചറലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ സോഷ്യൽ സ്ട്രക്ചർ ഇസ് ബേസിക്കലി പേട്രിയാർക്കൽ. അപ്പോൾ പുരുഷനായ ഞാൻ ഇൻഫീരിയറായ ഒരു സ്ത്രീയായ നിന്നെ സ്വീകരിക്കണമെങ്കിൽ നീ എനിക്ക് ഇങ്ങോട്ട് പൈസ തരണം. ഓക്കെ, സോ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഈ ഡൗറി സിസ്റ്റത്തിലൂടെ പേട്രിയാർക്കി പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, സോ ദർ ഇസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ഫോർ ഓൾ ദീസ് types of oppression, caste oppression, class oppression, etc. And hence structural violence often is carried on for so long that it invisibilizes and often legitimizes itself and its operations to even the very people on whom the violence is inflicted. So ഈ ഒരു structural violence എന്ന് പറയുന്നത് it has become so part and parcel of our lives. നമുക്ക് ഒരു എന്താ പറയുക, നമുക്കിതെല്ലാം നോർമലായി മാറി. ഓക്കെ, ഇറ്റ് ഹാസ് ബീൻ ലെജിറ്റിമൈസ്ഡ്. ഓക്കെ, ഇറ്റ് ഹാസ് ബീൻ ലെജിറ്റിമൈസ്ഡ് മീൻസ് ഒരു കൈൻഡ് ഓഫ് ഇതൊക്കെ ഒരു നോർമൽ ഫാക്റ്റാണ്. സൂര്യൻ കിഴക്കുദിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഉള്ള പരമമായ സത്യങ്ങളാണ്, പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാനുള്ള കാര്യങ്ങളല്ല എന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടായിരിക്കുന്നു. ഈ സ്ട്രക്ചറൽ ഒപ്രഷനോട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആ ഒരു രീതിക്ക് മാറിയിരിക്കുന്നു. വി ഹാവ് ബിക്കം സോ അഡ്ജസ്റ്റഡ് ടു ഓൾ ദ ടൈപ്സ് ഓഫ് വയലൻസസ്. അപ്പോൾ ദാറ്റ് ഹാസ് മെയ്ഡ് ദീസ് സ്ട്രക്ചറൽ വയലൻസസ് ഇൻവിസിബിൾ. അതായത് നോർമലായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യത്തിനെ കാണുമ്പോൾ അതിലെന്തെങ്കിലും കുഴപ്പമുണ്ട് എന്നുള്ളത് നമ്മൾ ഒരിക്കലും അതിൽ കാണുന്നില്ലല്ലോ. ഇറ്റ് ഹാസ് ബിക്കം ഇൻവിസിബിൾ. ദിസ് പർട്ടിക്കുലർ വയലൻസ് ഹാസ് ബിക്കം ഇൻവിസിബിൾ. And even the victim believes that it is normal. In the eyes of the people who are victimized, this is normal. അതായത് ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം തന്നെ എടുക്കാം, നമുക്ക് ഡൗറിയുടെ കാര്യം തന്നെ എടുക്കാം. ഇപ്പോൾ വീട്ടിലിരിക്കുന്ന അമ്മ എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്. പക്ഷേ ഇഫ് യു ആസ്ക് ഹർ ഓൾസോ ദേ വിൽ സേ ദാറ്റ് ഡൗറി ഈസ് എന്താ പറയുക, അതിൽ വലിയ എന്താ പറയുക, നമ്മളതിൽ വലിയ ആക്ഷേപമൊന്നും വിചാരിക്കേണ്ട. ഇത് ഡൗറി ചോദിച്ചു, അത് നമ്മൾ കൊടുക്കുക, അത് നാട്ടു നടപ്പുള്ള കാര്യമാണ്. ഇത് നോർമലായി കഴിഞ്ഞു, നാട്ടു നടപ്പായി മാറിക്കഴിഞ്ഞു. ഓക്കെ, ആൻഡ് someone who is a representative of the women community is also supporting it. കാരണം എന്താ? Because they do not know that they are victims, or they have so become adjusted to all these atrocities that they no longer consider all these things as violences. These are normal things എന്നുള്ള രീതിക്ക് കാര്യങ്ങളെ കാണാൻ തുടങ്ങിയിരിക്കുന്നു. അത് അവരുടെ തെറ്റല്ല. That happens when you are living as an inferior in a society. Rather than an individual acting out of an oppressive behavior, it then takes on the form of an entire edifice of oppression operating in subtle as well as direct ways to violently exclude, oppress and dominate. So structural violence is not about one individual acting violently. It is not just about one individual oppressing another individual. It has ഇത് ലെജിറ്റമൈസ് ആയി നോർമലൈസ് ആവുമ്പോൾ എന്ത് പറ്റും? ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് ഇൻ സട്ടിൽ വേസ്. സട്ടിൽ എന്ന് പറയുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ അല്ലെങ്കിൽ നമ്മൾ നോട്ടീസ് ചെയ്യാത്ത രീതിക്ക് ഈ ഡിസ്ക്രിമിനേഷൻ is so much prevalent in our society. We don't notice it. It is so subtle that we never notice it. Okay, and we consider all these things very normal, and we promote this exclusion, അല്ലെങ്കിൽ oppression or domination. Existing scholarship or popular culture on transgender people in the Indian subcontinent pendulate between depicting us as phantasmagoric beings who don't belong to either gender, linked myths and monsters in Hindu epics, or freezing us in narratives of victimhood. So here he talks about how trans persons are
represented in popular culture. Popular culture എന്ന് പറയുമ്പോൾ ബുക്സ് ആൻഡ് മൂവീസ് ആൻഡ് TV സീരീസ്, വെബ് സീരീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ട്രാൻസ് പേഴ്സൺസിനെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. So it pendulates between two things. Pendulates means you all know what a pendulum is. ഒരു ക്ലോക്കിൻ്റെ പെൻഡുലം അതാ രണ്ട് സൈഡിലോട്ട് ആണ് പോവുക, യുനോ. ആൻഡ് അതുപോലെ തന്നെ രണ്ട് തരത്തിലുള്ള ഡെപ്പിക്ഷൻ അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ മാത്രമേ ട്രാൻസ് പേഴ്സൺസിന് പോപ്പുലർ കൾച്ചറിൽ കിട്ടിയിട്ടുള്ളൂ. ഏതൊക്കെ? ഒന്നുകിൽ ദേ ആർ ഷോൺ ആസ് വിക്ടിംസ്. ഒന്നുകിൽ ഈ പറയുന്ന സിനിമകളിലെല്ലാം അവർ വിക്ടിംസ് ആയിട്ടാണ്. ഓക്കെ, അവർ ട്രാൻസ് ആയതുകൊണ്ട് അവർ വിക്ടിമൈസ് ചെയ്യുന്നു എന്ന് പറയാം. അത് നല്ലത് തന്നെയാണ്, പക്ഷേ എപ്പോഴും അത് വിക്ടിമൈസേഷൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ലല്ലോ. ഓക്കെ, അതിലൊരു അബ്നോർമാലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ they are shown as phantasmagoric beings. Phantasmagoric beings means, you know, extraordinary, magical people, you know, some with people with some sort of magical powers. North Indialum, in other places like in Tamil Nadu, there are places where transgenders are on occasions looked upon as gods with superpowers. Okay, ഇത് എപ്പോഴും അല്ല, സീസണലാണ്. So and they are always equated to characters from Hindu mythology. ഇപ്പോൾ we all have always heard of the character Shikhandi in Mahabharata. So ശിഖണ്ഡിയുമായിട്ട് എപ്പോഴും കമ്പയർ ചെയ്യുക. So these are the things that happen in popular culture. Either they are treated as magical beings or they are shown as victims. അല്ലാതെ ഒരു നോർമൽ ക്യാരക്ടറായിട്ട് വരുന്നത് വളരെ ചുരുക്കമാണ്. ലൈക്ക് ഒരു എന്താ പറയുക, ഒരു മെയിൻ സ്ട്രീം ഹീറോ അല്ലെങ്കിൽ ഹീറോയിനായിട്ട് കാസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു ഹീറോയുടെ ഫ്രണ്ട് ഒരു ട്രാൻസ് പേഴ്സൺ, അല്ലെങ്കിൽ ഹീറോയിൻ്റെ ഫ്രണ്ട് ഒരു ട്രാൻസ് പേഴ്സൺ, അങ്ങനെ ഉള്ള സിനിമകളൊക്കെ വളരെ കുറവാണ്. ആൻഡ് ദിസ് paper attempts to look at the kinds of structural violence faced by trans people in order to make the machinations of power more visible. So the author says that his attempt is to expose the machinations of power, to make the readers, make the machinations of power visible to the readers. Okay, അതായത് എങ്ങനെയാണ് ട്രാൻസ് പീപ്പിളിനെ അല്ലെങ്കിൽ ട്രാൻസ് പേഴ്സൺസിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത്, അതിൽ പവർ പ്ലേ ചെയ്യുന്ന റോൾ എന്താണ് എന്നുള്ളത് എക്സ്പോസ് ചെയ്യുക, ടു മേക്ക് ഇറ്റ് വിസിബിൾ ഫോർ ദ റീഡേഴ്സ്. ദാറ്റ് ഈസ് ഹിസ് attempt. Relative protections and vulnerabilities, of course, depend on factors like caste, class, whether you were disowned when you were young, which region you live in, whether you have transitioned into manhood or womanhood, whether you can pass, which means be socially recognized as binary gender, etc. So what he says is that trans person experience cannot be generalized. ഓരോ ട്രാൻസ് പേഴ്സണും ഓരോ വ്യക്തിയാണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഡിഫറെൻ്റ് ആണ്. സോ ദെയർ എക്സ്പീരിയൻസസ് ആർ പ്ലൂറൽ. ഓക്കെ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയേറ്റർ ഗ്രൂപ്പിൻ്റെ പേര് ഞാൻ പറഞ്ഞു, പന്മൈ എന്നാണ്. പന്മൈ മീൻസ് പ്ലൂറൽ, ഡിഫറെൻറ്റ്, വേരിയസ് ആണ്. സോ ട്രാൻസ് പേഴ്സൺ, ഈച്ച് ട്രാൻസ് പേഴ്സൺ ഹാസ് ഹിസ് ഓർ ഹെർ ഓൺ experience. They have their own experiences. Their experiences depend on their caste, the caste in which they were born. Okay, the class in which they were born. ഇപ്പോൾ ഹയർ ക്ലാസ്, എലീറ്റ് ക്ലാസ്സിൽ ജനിച്ച, വെൽതി ആയിട്ടുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു ട്രാൻസ് പേഴ്സൺ ആണെങ്കിൽ, ആൻഡ് ഇഫ് ദ ഫാമിലി ഈസ് സപ്പോർട്ടീവ്, then he or she will not have any problem in finding a hospital and competent doctors to do this surgery, okay, to become a man or a woman. അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല. അത് ആക്ച്വലി ദാറ്റ് ഈസ് എ വെരി ബിഗ് ഇഷ്യൂ. ഈ സർജറി നടത്താൻ കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവുക എന്നുള്ളതൊരു വലിയ ഇഷ്യൂ ആണ്. പക്ഷേ അതിന് ഇപ്പോൾ ഒരുപാട് പൈസയൊക്കെ ആവും. പക്ഷേ ഒരു എലീറ്റ് കുടുംബത്തിൽ ഒരു ഹയർ ക്ലാസ്സിൽ ജനിക്കുന്ന ഒരു ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വലിയൊരു കടമ്പ വളരെ ഈസി ആയിട്ട് പാസ്സാവും. പക്ഷേ ബാക്കിയുള്ളവർക്ക് അങ്ങനല്ല. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വെദർ യു വർ ഡിസോൺഡ് വെൻ യു വർ വെരി യങ്. വളരെ ചെറുപ്പത്തിൽ നിങ്ങൾ ഉപേക്ഷിച്ച
കുടുംബം നിങ്ങളെ ഉപേക്ഷിച്ചുവെങ്കിൽ യുവർ എക്സ്പീരിയൻസ് വിൽ ബി ഡിഫറെൻറ്റ് അല്ലേ. ആൻഡ് ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ റീജിയൻ ഇൻ വിച്ച് യു ലിവ്. ചില സ്ഥലങ്ങളിൽ മോർ ട്രാൻസ്ജെൻഡർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും, ചില സ്ഥലങ്ങളിൽ അങ്ങനെയല്ല. സോ ദാറ്റ് കോസസ് എ ഡിഫറൻസ് ഇൻ യുവർ എക്സ്പീരിയൻസ്. ദെൻ whether you transitioned into manhood or womanhood. Did you transition from male to female or female to male? ഇത് രണ്ടാണെങ്കിലും രണ്ട് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. അത് we will talk about that soon. Then one other important thing is whether you can pass എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ആഫ്റ്റർ യു ട്രാൻസിഷൻ, it all depends on whether the majority looks at you and think of you as a transgender or a binary gender. അതായത് some people transition from being a woman to a man. ഓക്കെ, മറ്റുള്ളവർക്ക് അത് കണ്ടു കഴിഞ്ഞാൽ അവർ ട്രാൻസിഷൻ ചെയ്തൊരു വ്യക്തിയാണ് എന്ന് മനസ്സിലായില്ല. ഓക്കെ, ആൻഡ് ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ അങ്ങനല്ല. സം പീപ്പിൾ even after their transition, others will kind of understand that okay, this is a transgender person, he was born as a male and now he is passing himself off as a female. അപ്പോൾ ഇതൊരു ട്രാൻസ് ആണ്. അപ്പോൾ അങ്ങനെ ഉള്ളവരുടെ അടുത്ത് ഈ മെജോറിറ്റി സൊസൈറ്റി എടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ നമ്മളുടെ ലുക്സിൽ വരെ കാര്യമുണ്ട്. അവർ എക്സ്പീരിയൻസ് ഈവൻ depends on our looks also. It is a known fact that there is a high dropout rate of trans people from school. The reasons may be many, including constant ridicule. People, trans people are dropping out from school. Why? Because they are being bullied and they are being mocked by classmates. കളിയാക്കൽ, പിന്നെ ഡിസ്ക്രിമിനേഷൻ ഇൻ മാർക്കിംഗ്. ടീച്ചേഴ്സ് ചിലപ്പോൾ അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റി ഇങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ പഠിത്തം വേഗം നിർത്തിയിട്ട് പോകാൻ വേണ്ടിയിട്ട് മാർക്ക് മനഃപൂർവ്വം കുറച്ച് കൊടുക്കും. ദെൻ സെക്ഷൽ ഹറാസ്മെൻറ്റ് ഫ്രം ഫെലോ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. ഒരു ട്രാൻസ് പേഴ്സൺ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ട്രാൻസ് പേഴ്സൺസ് എല്ലാവരും ഭയങ്കര സെക്ഷുവലാണ്, ദേ ഓൾവേസ് നീഡ് സെക്സ്, അല്ലെങ്കിൽ ദേ ആർ ഓൾവേസ് ഓൺ ദ ലുക്ക് ഔട്ട് ഫോർ സെക്സ് എന്നുള്ളൊരു വിചാരം, ജനറൽ വിചാരം സൊസൈറ്റിക്കുണ്ട്. സോ അതുകൊണ്ട് ഒരു ട്രാൻസ് പേഴ്സൺ ആണെന്ന് സൊസൈറ്റി അറിയുമ്പോൾ തന്നെ പീപ്പിൾ സ്റ്റാർട്ട് അപ്രോച്ചിങ് യു. അപ്പോൾ ഫെലോ സ്റ്റുഡൻസ് സെക്ഷലി ഹറാസ് ചെയ്യുക, ടീച്ചേഴ്സ് സെക്ഷലി ഹറാസ് ചെയ്യുക, ഈ റീസൺസ് കൊണ്ട് ഡ്രോപ്പ് ഔട്ട് ആവാം. ദെൻ പണിഷ്മെൻറ്റ്സ് ഫോർ ജെൻഡർ നോൺ കൺഫോമിറ്റി. ലൈക്ക് ഇഫ് യു ആർ ഗിവൺ എ ജെൻഡർ ദാറ്റ് യു ആർ എ ബോയ്, അപ്പോൾ there is always a lot of pressure from teachers to behave like a boy. Okay, നിൻ്റെ ജെൻഡർ ഇതാണ്, അപ്പോൾ യു ഹാവ് ടു കൺഫോം ടു ദാറ്റ് ജെൻഡർ. ഓക്കെ, നീ ആണല്ലേ, ആണായിട്ട് തന്നെ പെരുമാറാത്ത എന്താ എന്ന്, അങ്ങനെ പെരുമാറാനുള്ള പ്രഷർ. ഈ റീസൺസ്, ഓൾ ദീസ് റീസൺസ് കോസ് the higher dropout rate of trans people from school. A lot of trans people are also disowned by their natal families. So they are disowned by their natal families means the natal families means the family in which you are born into, the families to which you are born in. And അവർ ഡിസോൺ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ they just push you out. ഓക്കെ, എൻ്റെ കുട്ടിയല്ല, ഞങ്ങളുടെ ഫാമിലിയായിട്ട് യാതൊരു ബന്ധവുമില്ല, നീ നിൻ്റെ പാട്ടിന് പോയി ജീവിക്കുക. ഇതിനെയാണ് ഡിസോണിങ് എന്ന് പറയുന്നത്. സോ a lot of trans people are disowned by their birth families due to the notion of shame which originates from caste patriarchy. ദുരഭിമാനം. ഓക്കെ, ഇവിടെ ഷെയിം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളത് ദുരഭിമാനമായിട്ട് കണ്ടാൽ മതി. ഓക്കെ, കാരണം ആൻഡ് ദ റീസൺ ഇസ് കാസ്റ്റ് പേട്രിയാർക്കി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് ഇസ് സ്ട്രക്ചറൽ വയലൻസ്. The structure of our society is based on caste and patriarchy. ഇത് രണ്ടും ഉണ്ട്. ഓക്കെ, ഒരു കാസ്റ്റ് എന്ന് പറയുമ്പോൾ ഓബ്വിയസ്ലി ഓൾ കാസ്റ്റ് ആർ പേട്രിയാർക്കൽ. എല്ലാ പുരുഷാധിപത്യമുള്ള കാസ്റ്റാണ് കൂടുതലും. ഓക്കെ, സോ ടു ബി ബോൺ മെയിൽ ഇസ് ഓക്കെ, വലിയ കാര്യമാണ്. ഓക്കെ, പുണ്യം ചെയ്ത കൊണ്ട് നീ ഒരാണായിട്ട് ജനിച്ചു.
പിന്നെ ഇഫ് യു ആർ ബോൺ ആസ് എ ഫീമെയിൽ, ഓക്കെ, കുഴപ്പമില്ല, കാരണം ലോകത്ത് സ്ത്രീകളും വേണമല്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. ഇത് രണ്ടും അല്ലാതെ ജനിച്ചു കഴിഞ്ഞാൽ നീ ഞാനുമായിട്ട് യാതൊരു ബന്ധമേ ഇല്ല. ഓക്കെ, പേട്രിയാർക്കി വിൽ നെവർ അക്സെപ്റ്റ് എ നോൺ ബൈനറി gender. So they are pushed out of their families. Trans women or gender non-conforming youth raised as boys are disowned at a higher rate than trans men, partly because femininity is culturally seen as a sign of weakness rather than masculinity, which is seen as a sign of strength or courage. So trans women are most often, the chances of a trans woman being disowned by the family is more. അതായത് ട്രാൻസ് വുമൺ എന്ന് പറയുമ്പോൾ പുരുഷനായി ജനിച്ച് സ്ത്രീ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, അതൊരു ഡീഗ്രഡേഷൻ പോലെയാണ്. പുരുഷനായിട്ട് ജനിക്കാൻ നീ പുണ്യം ചെയ്യണം. ആൻഡ് നൗ യു ആർ ടെല്ലിങ് അസ് ദാറ്റ് യു വോണ്ട് ടു ബി എ വുമൺ. ഓക്കെ, അതൊരു ഡീഗ്രഡേഷൻ പോലെയാണ്. നിനക്ക് നാണമില്ലേ എന്ന് ചോദിക്കുന്ന നിനക്ക് പുരുഷനായിട്ട് ജനിച്ചിട്ടൊരു പെണ്ണായിട്ട് നടക്കാൻ. ഓക്കെ, സോ ട്രാൻസ് വുമൺ are often ridiculed and they are more pushed out of the family. Trans men, trans men also face all these sufferings എല്ലാം അവർക്കും ഉണ്ട്. അവരെയും കുടുംബങ്ങളിൽ നിന്നൊക്കെ ഇറക്കി വിടുന്നുണ്ട്. പക്ഷേ ദേ ആർ ഇൻ എ സ്ലൈറ്റ്ലി ബെറ്റർ പൊസിഷൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ trans men is someone who is born as a woman or a female and then they transition to a male. അപ്പോൾ പെണ്ണിൽ നിന്ന് ആണായി മാറുകയാണ്. ഓക്കെ, സോ അതൊരു മാതിരിയാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം മാസ്കുലിനിറ്റി ഈസ് ഈക്വൽ ടു ഓർ ഇസ് എ സൈൻ ഓഫ് സ്ട്രെങ്ത് ആൻഡ് കറേജ്, വെറാസ് ഫെമിനിനിറ്റി ഈസ് വീക്ക്നെസ്. അപ്പോൾ വീക്ക്നെസ്സിൽ നിന്നും കറേജ് ആൻഡ് സ്ട്രെങ്ത് ഒരു പ്രൊമോഷനാണ്. സോ ട്രാൻസ് മെൻ ആർ മോർ അക്സെപ്റ്റഡ്, വെറാസ് ട്രാൻസ് വിമൻ എന്ന് പറയുമ്പോൾ ഫ്രം സ്ട്രെങ്ത് ആൻഡ് മാസ്കുലിനിറ്റി ദേ ആർ ട്രാൻസിഷനിങ് ടു വീക്ക്നെസ്. സ്ത്രീ ആവുന്നത് ഒരു വീക്ക്നെസ്സാണ് എന്നാണ് വീട്ടുകാർ കരുതുന്നത്, അല്ലെങ്കിൽ ഒരു സൊസൈറ്റി കരുതുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ പുറത്താക്കാനുള്ള ചാൻസ് കുറച്ചുകൂടെ കൂടുതലാണ്. The lack of education and homelessness at a young age are partly reasons for most trans women across caste engaging in street-based labor like sex trade or begging. So lack of education, they are dropouts, most of them are dropouts, and homelessness because most of them are pushed out of their families. So these two are major reasons why trans persons engage in sex trade or begging. അവർക്ക് വേറെ വഴിയില്ല. ഓക്കെ, നമ്മളിപ്പോൾ ട്രെയിനിലൊക്കെ കയറി കഴിഞ്ഞാൽ കേരളത്തിൽ അതിനു വേണ്ടിയില്ല, നമ്മളിപ്പോൾ വേറൊരു സ്റ്റേറ്റിലോട്ട് പോവുകയാണെന്ന് വെച്ചോ ബൈ ട്രെയിൻ. ഓക്കെ, യു ഗെറ്റ് ടു സീ എ ലോട്ട് ഓഫ് ട്രാൻസ് പീപ്പിൾ ബെഗിങ് ഇൻസൈഡ് ദ ട്രെയിൻ. അതൊരു സ്ഥിരം കാഴ്ചയാണ്. ആൻഡ് അവർ കാണുമ്പോൾ തന്നെ പ്രത്യേകിച്ച് മലയാളികൾ വളരെ അവജ്ഞയോടുകൂടിയാണ് അവരെ നോക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, വളരെ പുച്ഛത്തോടുകൂടി, വളരെ അവജ്ഞയോടുകൂടി നോക്കേണ്ട കാര്യം എന്താണ്? ബിക്കോസ് അവർ ബെഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സൊസൈറ്റിയാണ് അവരെ ആ ഒരു രീതിക്ക് കൊണ്ടെത്തിക്കുന്നത്. ബിക്കോസ് ദേ ആർ നോട്ട് ഗിവൺ എനി ജോബ്സ്. ഓക്കെ, ദേ ആർ നോട്ട് allowed to mingle with mainstream society, and so they do not have any other way to survive other than beg. ഒന്നുകിൽ ബെഗ് ചെയ്യുക, അല്ലെങ്കിൽ they have to engage in sex trade. ഇതിൽ ഏതെങ്കിലും അവർക്ക് ചെയ്തേ പറ്റുള്ളൂ. The other major factor being brutal and deliberate exclusions in employment which close off all other options. So lack of education, homelessness, രണ്ട് കാര്യം. And the third reason is they are deliberately excluded from employment. Deliberately means purposefully. മനഃപൂർവ്വം ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് അവർക്ക് ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിലും ജോലി കൊടുക്കാതിരിക്കുക. ഓക്കെ, just because of their gender. Okay, and this is why they engage in sex trade, because they need money. In fact, Living Smile Vidya, in a conversation titled Transphobia as a Type of Brahmanism, talks about how begging and sex trade have almost come to be like fixed caste occupations for women or hijras. So Living Smile Vidya, she is a trans woman actress. Okay, Living Smile
Vidya. It's a name of an actress. And she, in a conversation, so G. Iman Semmeler is citing what Living Smile Vidya said in a conversation. And the title of the conversation was Transphobia as a type of Brahminism. ഓക്കെ, ട്രാൻസ്ഫോബിയ എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ അവരെ തീണ്ടാപ്പാടകലെ മാറ്റി നിർത്തുക, അവരുമായിട്ട് സംസാരിക്കാതിരിക്കുക, അവരെ അവജ്ഞയോട് നോക്കുക, ഇതിനെയാണ് ട്രാൻസ്ഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, ഫോബിയ ഈസ് ഫിയർ. ഓക്കെ, ഒരു അൺനെസസറി ഫിയർ. ദെൻ ബ്രാഹ്മിനിസം, ആസ് യു ഓൾ നോ, മനുസ്മൃതി ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. So according to Hindu culture, Brahmins are superior, even superior than the king. ഇപ്പോൾ പഴയ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ബ്രാഹ്മണന്മാരും കഴിഞ്ഞിട്ടേ രാജാവ് പോലും വരുന്നുള്ളൂ. ഓക്കെ, ആൻഡ് ഏറ്റവും താഴെയുള്ളവർ ശൂദ്രാസ്. ആൻഡ് ഓരോ ജാതിയിൽപ്പെട്ട ആൾക്കാർക്കും അവരുടേതായ ജോലികൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സ്റ്റുപ്പിഡാണ്, ഐ മീൻ ഇത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. എന്നിരുന്നാലും ഓരോ ആ ഒരു രീതിക്കാണ്, എന്താ പറയുക, ഏൻഷ്യൻ്റ് ഇന്ത്യ ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. സ്പെസിഫിക് ജോബ്സ് വർ ഡെസിഗ്നേറ്റഡ് ഫോർ പീപ്പിൾ ഓഫ് സ്പെസിഫിക് കാസ്റ്റ്. നമ്മൾ എന്തിനാണ് ഏൻഷ്യൻ്റ് ഇന്ത്യ എടുക്കുന്നത്? ഇപ്പോഴത്തെ ഇന്ത്യ എടുത്ത് നോക്കിയാലും ഓൺ എ ഡെയിലി ബേസിസ് വി ഹിയർ എ ലോട്ട് ഓഫ് തിങ്സ് ഓൺ ദ മാനുവൽ സ്കാവഞ്ചിങ്, ക്ലീനിങ് സെപ്റ്റിക് ടാങ്ക്സ്, ക്ലീനിങ് ഡ്രെയിനേജസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പീപ്പിൾ ഫ്രം ദ ലോവർ കാസ്റ്റ് ആർ ഫോഴ്സ്ഡ് ടു ഡു ഇറ്റ്. ഓക്കെ, ഈവൻ ഇഫ് ദേ ആർ എഡ്യൂക്കേറ്റഡ്, ദേ ആർ നോട്ട് ഗിവൺ എനി അതർ ജോബ്സ്. ഇന്ത്യയിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. ദേ ആർ നോട്ട് അലൗഡ് ടു ഡു എനി അതർ ജോബ്. നിൻ്റെ അച്ഛനപ്പൂപ്പന്മാരായിട്ട് ഇതെല്ലാം വൃത്തിയാക്കിക്കൊണ്ട് നടന്നവരാണ്, നീയും അങ്ങനെ ചെയ്താൽ മതി. അവനെക്കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയും ചെയ്യും, പിന്നെ അവനെ തൊടത്തുമില്ല, അൺടച്ചബിൾ. ഓക്കെ, സോ ഓരോ കാസ്റ്റിനും ഓരോ ജോലി പറഞ്ഞേക്കുന്നത് പോലെ അത് ബ്രാഹ്മിണിസത്തിൻ്റെ ഒരു കോൺസെപ്റ്റാണ്. ഈ ഓരോ ജാതിക്കും ഓരോ ജോലി. അതുപോലെ നൗ ട്രാൻസ്ജെൻഡേഴ്സ് ആർ ഓൾ കൺസിഡേർഡ് ടു ബി എൻഗേജ്ഡ് ഇൻ സെക്സ് ട്രേഡ്. ഒരു ട്രാൻസ്ജെൻഡറിനെ കാണുവാണെങ്കിൽ അവരൊരു സെക്സ് വർക്കറാണ് എന്ന് ഉള്ള രീതിക്ക് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ആ രീതിക്ക് പെരുമാറുക. ഓക്കെ, ആ ജോലി അവർക്ക് പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് എന്നുള്ള രീതിക്ക് വിശ്വസിക്കുക, പെരുമാറുക. ഓക്കെ, ദി ഓൺലി എംപ്ലോയ്മെൻറ്റ് ഓപ്ഷൻസ് ഫോർ ട്രാൻസ് പീപ്പിൾ അപ്പാർട്ട് ഫ്രം സെക്സ് ട്രേഡ് ഓർ ബെഗിങ് ആൻഡ് ട്രഡീഷണൽ റോൾസ് ലൈക്ക് ബധായി ആർ ദ ലോവർ റാങ്ക് പൊസിഷൻസ് ഇൻ NGOs ദാറ്റ് റിസീവ് HIV ഫണ്ടിങ്. സോ അപ്പാർട്ട് ഫ്രം സെക്സ് ട്രേഡ് ആൻഡ് ബെഗിങ്, പിന്നെ അവർക്കൊരു ജോലിയുള്ളത് ട്രഡീഷണൽ റോൾ ഓഫ് ബധായി. ട്രഡീഷണൽ റോൾ ഓഫ് ബധായി മീൻസ് എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിശേഷ ദിവസങ്ങൾ അല്ലെങ്കിൽ വിശേഷപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോൾ, ലൈക്ക് ദ ബർത്ത് ഓഫ് എ ചൈൽഡ് ഓർ മാരേജ്, ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ട്രാൻസ് പേഴ്സൺസ് ആർ ഇൻവൈറ്റഡ് ഇൻ ടു ദി ഹൗസസ്. ഓക്കെ, അല്ലാത്ത സമയത്തൊന്നും ഇവരെ അടുപ്പിക്കില്ല. ഓക്കെ, ഈ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇവരുടെ അനുഗ്രഹം കിട്ടാനും ഗുഡ് ഓമൻ, ഓക്കെ, അതിനൊക്കെ വേണ്ടിയിട്ട് ഇവരെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യും. ദേ ആർ ഇൻവൈറ്റഡ്. ഈ ഒരു താല്പര്യം അല്ലെങ്കിൽ ഈ ഒരു ഇഷ്ടം ഇത് സീസണലാണ്. ഓക്കെ, ദിസ് ഇസ് സീസണൽ. അന്നേ ദിവസം ഇവർക്ക് കാശ് കൊടുക്കും, എന്ത് വേണോ കൊടുക്കും. ഓക്കെ, അല്ലാത്ത സമയങ്ങളിൽ ദേ ആർ അവോയ്ഡഡ്. സോ apart from sex trade and begging, they had this particular role, which is the role of the badai. അതിനവർക്ക് കാശ് കിട്ടും. ഓക്കെ, അതും അല്ലാതെ ഇപ്പോൾ in the modern age some NGOs have employed them in the lower rung positions. lower rung positions എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെയുള്ള ബേസിക് എൻട്രി ലെവൽ പൊസിഷൻസ്. ഓക്കെ, എൻട്രി ലെവൽ പൊസിഷൻസിൽ ട്രാൻസ് പീപ്പിളിനെ എംപ്ലോയ് ചെയ്യുന്ന NGOs ഉണ്ട്. These NGOs get funds for spreading awareness about HIV, അതായത് എയ്ഡ്സിനെ കുറിച്ചുള്ള അവയർനെസ് സ്പ്രെഡ് ചെയ്യാനും അത് തടയാനുള്ള മാർഗങ്ങൾ എന്താ പറയുക സെക്സ് വർക്കേഴ്സിൻ്റെ ഇടയിൽ പോപ്പുലറൈസ് ചെയ്യാനും HIV രോഗം ബാധിച്ചവരുടെ ട്രീറ്റ്മെൻറ്റിന് അവരെ സഹായിക്കാനും ഒക്കെ ദീസ് NGOs ഗെറ്റ് ഫണ്ടിങ്.
അപ്പോൾ ഇങ്ങനെയുള്ള എന്താ പറയുക കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അങ്ങനെയുള്ള ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ് പേഴ്സൺസ് ആർ എംപ്ലോയിഡ്. സിൻസ് ട്രാൻസ് വിമൻ ഓർ ഹിജ്റാസ് ആർ എൻഗേജ്ഡ് ഇൻ സെക്സ് ട്രേഡ്, they were identified as high-risk groups and subsumed forcibly under the category of MSM, which is men having sex with men, under HIV intervention work. So trans women who are engaged in sex work, okay, they are identified as high-risk group. അതായത് HIV പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ഹൈ റിസ്ക് ഗ്രൂപ്പ്സിൽ ഉള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നതിൽ ഒന്നാണ് മെൻ ഹാവിങ് സെക്സ് വിത്ത് മെൻ. ഓക്കെ, സോ ട്രാൻസ് വിമൻ വർ കാറ്റഗറൈസ്ഡ് അണ്ടർ ദാറ്റ് പെർട്ടിക്കുലർ ഗ്രൂപ്പ്. MSM ഗ്രൂപ്പിൻ്റെ കീഴിലാണ് അവരെ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. ബിക്കോസ് ദേ മേ ഐഡൻറ്റിഫൈ ദംസെൽസ് ആസ് വിമൻ, പക്ഷേ മെനി ഓഫ് ദം ഡു നോട്ട് ഹാവ് ഇനഫ് മണി ടു ഡു ദി ഓപ്പറേഷൻ. ഓക്കെ, സോ ദേ ആർ ക്ലാസിഫൈഡ് ആസ് മെൻ ഹാവിങ് സെക്സ് വിത്ത് മെൻ. അപ്പോൾ HIV ഇൻ്റർവെൻഷൻ വർക്കിൽ ആ കാറ്റഗറിയിലാണ്, ഹൈ റിസ്ക് ഗ്രൂപ്പിലാണ് ഇവരെ ഇട്ടേക്കുന്നത്. ത്രൂ ദി ടോപ്പ് ഡൗൺ സ്ട്രക്ചർ though the top down structure of these NGOs retains feudal power relations, a section of trans women or hijras for the first time managed to get jobs as community mobilizers to distribute condoms and encourage people to undergo screening and treatment for HIV. സോ NGOയിലാണ് ജോലി ചെയ്യുന്നത്, ഒരു മോഡേൺ NGO ഒക്കെ തന്നെയാണ്. പക്ഷേ ബേസിക്കലി അതൊരു എന്താ പറയുക ടോപ്പ് ഡൗൺ രീതിക്കാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അതിൻ്റെ സ്ട്രക്ചർ ഒരു ടോപ്പ് ഡൗൺ സ്ട്രക്ചറാണ്. ടോപ്പ് ഡൗൺ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ പറയും, താഴെയുള്ളവർ കേൾക്കുക, ആ പറയുന്നത് മൊത്തത്തിൽ അങ്ങനെ അനുസരിക്കുക. ഓക്കെ, ഇൻഫർമേഷൻ ഫ്ലോസ് ഫ്രം ദ ടോപ്പ് ടു ദ ബോട്ടം. ഓക്കെ, താഴെയുള്ളവരുടെ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ അവർ വർക്ക് ചെയ്തിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസ് മേളിലോട്ട് ഷെയർ ചെയ്യുന്നില്ല. അങ്ങനെ ഷെയർ ചെയ്യുന്ന സ്ട്രക്ചേഴ്സിനെ നമ്മൾ ബോട്ടം അപ്പ് എന്ന് പറയും. ഓക്കെ, ദിസ് ഇസ് ടോപ്പ് ഡൗൺ സ്ട്രക്ചർ. ടോപ്പ് ഡൗൺ സ്ട്രക്ചറിൽ ദി പീപ്പിൾ ഹൂ കൺട്രോൾ എവറിത്തിങ്, they instruct, they give specific instructions and you are supposed to follow those instructions. ഓക്കെ, തിരിച്ചങ്ങോട്ട് നമ്മുടെ അഭിപ്രായമോ ഒന്നും പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഫ്യൂഡൽ പവർ റിലേഷൻസ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഫ്യൂഡൽ പവർ റിലേഷൻസ് സംഭവങ്ങളൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും കുറച്ച് ട്രാൻസ് പേഴ്സൺസിനെങ്കിലും ജീവിതത്തിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് they managed to get jobs as community mobilizers. അതായത് HIV ഇൻ്റർവെൻഷൻ നടത്തുമ്പോൾ they have to mobilize the community. അവരുടെ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് HIV പടർന്നു പിടിക്കാതിരിക്കാനുള്ള മെഷേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക, അതിൻ്റെ മെഷേഴ്സ് ലൈക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോണ്ടംസ് ഇതെല്ലാം ചെയ്യുക. പിന്നെ HIV ഉണ്ടോ ഇല്ലയോ എന്ന് ഇവരെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിക്കുക, സ്ക്രീൻ ചെയ്യിപ്പിക്കുക. ഇനി ഉള്ളവർക്ക് അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്ന് അവർക്കൊരു അവയർനെസ് ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ജോലികളൊക്കെ അവർക്ക് കിട്ടി ഫോർ ദ വെരി ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി. And what happened is, what he is saying is, later when some of the HIV intervention networks expanded to include a RightsBased Discourse, some of them were promoted as spokespersons of the NGOs in media advocacy. So പിന്നീട് ഈ HIV ഇൻ്റർവെൻഷൻ വർക്ക് എന്ന് പറയുന്നത് ഈ HIV സ്പ്രെഡ് ചെയ്യാതിരിക്കാനുള്ള മെഷേഴ്സ് എടുക്കുന്ന മാത്രം വർക്ക് ചെയ്യുന്നൊരു NGO അല്ലാതെ അതിന് പുറമെ ഇറ്റ് സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് ദ റൈറ്റ്സ് ഓഫ് ട്രാൻസ് പീപ്പിൾ, their right to have a healthy life, their right to have medical treatment, medical attention. ഇങ്ങനെയുള്ള ഒരു ഡിസ്കോഴ്സ് ഈ വർക്കിന് ഉണ്ടായി.
ആൻഡ് അങ്ങനെ വന്നപ്പോൾ ടു ഗെറ്റ് വിസിബിലിറ്റി amongst the public, what they did is they utilized trans people, and they എന്താ പറയുക, മീഡിയ വഴിക്ക് ട്രാൻസ് പീപ്പിളിനെ യൂസ് ചെയ്ത് ഒരു അവബോധം ഉണ്ടാക്കാൻ. മീഡിയ അഡ്വക്കസി എന്ന് പറയുമ്പോൾ ടു പബ്ലിസൈസ് വാട്ട് ദേ ആർ ഡൂയിങ്, പബ്ലിക്കിനൊരു അവയർനെസ് ഉണ്ടാക്കുക അബൌട്ട് ഓൾ ദീസ് തിങ്സ്. അതിന് ദേ യൂസ്ഡ് trans people. Though the NGOs give a semblance of dignity during work to this section of trans people, the pay scale remains low and their decision-making power negligible. So, this particular job gave a semblance of dignity. Okay, ഒരു അന്തസ് അവർക്ക് ആദ്യമായിട്ട് കുറച്ചെങ്കിലും ഒരു അന്തസ്, സെംബ്ലൻസ് ഓഫ് ഡിഗ്നിറ്റി എന്ന് പറയുമ്പോൾ സംതിങ് റിസെംബ്ലിങ് ഡിഗ്നിറ്റി, ഒരു അന്തസ്സൊക്കെ ഏതാണ്ടൊക്കെ ഉള്ള ഒരു രീതിക്കുള്ളൊരു ജോലി അവർക്ക് ആദ്യമായിട്ട് കിട്ടി. ആൻഡ് അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ദ പ്രോബ്ലം വാസ് ദാറ്റ് ദേ വർ നോട്ട് ബീങ് പെയ്ഡ് ഇനഫ് മണി, they were not being paid enough wages, and they were not given any decision making powers were negligible. തീരെയില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ടോപ്പ് ഡൗൺ സ്ട്രക്ചറാണ്, മേളിലിരിക്കുന്നവർ പറയുന്നത് അതുപോലെ കേൾക്കുക എന്നുള്ളതാണ്. അല്ലാതെ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവർ അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പോളിസി ചേഞ്ചസ് വരുത്തുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. Just you are supposed to do what you are told. You are not allowed to make any decisions. The exclusions faced by trans people in employment result in a high rate of vulnerability. So when you are not employed, okay, you are excluded from employment. So what happens when you do not have an income illadambo, it is very easy for you to be exploited. ആർക്ക് വേണമെങ്കിലും നമ്മളെ വന്ന് മുതലെടുക്കുക. കാരണം നമ്മൾ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലായി പോകും നമ്മൾ. സോ ഇറ്റ് ഈസ് എ വെൽ നോൺ ഫാക്ട് ദാറ്റ് violence during sex trade is faced by women engaged in it. Okay, people who are engaged in sex trade face violence. അതൊരു സത്യമാണ്. Many men mistreat സെക്സ് വർക്കേഴ്സ്. പക്ഷേ ഈ സെക്സ് വർക്കേഴ്സിന് അതിനെക്കുറിച്ച് പരാതിപ്പെടാൻ പറ്റില്ല, ബിക്കോസ് സെക്സ് വർക്ക് ഈസ് ഇല്ലീഗൽ ഇൻ ഇന്ത്യ. അപ്പോൾ ഇല്ലീഗലായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ എനിക്കിങ്ങനൊരു ദുരനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് നമുക്ക് പരാതി പറയാൻ പറ്റില്ല, obviously. So police violence is also very high against trans communities, with almost no recourse to legal protections available to us in case of crimes against us. സോ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഇന്നും നേരിടുന്ന ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രം ദ പോലീസ്. ഓക്കെ, പോലീസ് വയലൻസ് ഇസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ട്രക്ചറൽ വയലൻസാണ്. കാരണം ട്രാൻസ്ജെൻഡേഴ്സ് ഒരു മേജർ കമ്മ്യൂണിറ്റി അല്ല. ദേ ആർ നോട്ട് എ വോട്ട് ബാങ്ക്. ഓക്കെ, ഇപ്പോൾ അവർക്ക് ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല, അവർ തന്നെ ഉള്ളൂ. അങ്ങനെ പവറില്ലാത്ത ഒരു സമൂഹം, അതിനെതിരെ പോലീസ് എന്ത് ചെയ്താലും ആരും ചോദിക്കാൻ വരുന്നില്ല. ഓക്കെ, സോ പോലീസ് വയലൻസ് with respect to trans communities happens on a daily basis, and when something like that happens, they don't have any legal protections available. Okay, ലീഗലായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ നിയമമോ അങ്ങനെ ഒന്നുമില്ല. They don't have any recourse to any legal protections. They do not have any remedy. Okay, legal remedy ഒന്നുമേ ഇല്ല in the case of crimes perpetrated against trans persons. In fact, there is a high rate of hate crimes, rapes and murders against trans communities. Rapes and murders, hate crimes എന്ന് പറയുമ്പോൾ it can be എന്താ പറയുക, നമ്മളൊന്നും ഉപദ്രവിക്കാൻ ചെന്നില്ലെങ്കിലും just because of the fact that a person is a transgender, അയാളെ കല്ലെറിയുക, ചെരുപ്പെറിയുക, എന്താ പറയുക, മുടി പിടിച്ച് വലിക്കുക,
ചവിട്ടുക, ഉപദ്രവിക്കുക, ജസ്റ്റ് ബിക്കോസ് ഇതിനെയൊക്കെ നമുക്ക് ഹെയ്റ്റ് ക്രൈം എന്ന് വിളിക്കാം. ഓക്കെ, സോ the rate of hate crimes, rapes and murders is very high against trans communities. Even when cases are registered, they are done with great difficulty, following which no investigations, let alone convictions, take place. So cases are registered with great difficulty. Okay, ഒരുപാട് ഒരു കേസ് ഒന്ന് രജിസ്റ്റർ ചെയ്ത് കിട്ടണമെങ്കിൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് വല്ല ഗുണമുണ്ടോ? No investigation takes place. Okay, and because no investigation takes place, no convictions, ആരെയും ശിക്ഷിക്കുന്നുമില്ല. സോ അവരെ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അതിലൊരു ഇൻവെസ്റ്റിഗേഷനും നടക്കുന്നില്ല, കുറ്റം ചെയ്ത ആളെ ശിക്ഷിക്കുന്നുമില്ല. No convictions take place. For instance, there was a concerted effort led by trans women in Hyderabad recently, demanding one trans murder case to be investigated after almost 30 non-lethal physical assaults went unheeded by police despite FIRs being filed. So there was a case of a trans person being murdered. So before the murder took place, 30 assaults were reported. അസോൾട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി എനിത്തിങ്, ഉപദ്രവം, വയലൻസ്, ഫിസിക്കൽ വയലൻസ്. ഓക്കെ, 30 തവണ ഫിസിക്കൽ വയലൻസ് അല്ലെങ്കിൽ അസോൾട്ട് ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തു. ഓക്കെ, അതിൻ്റെ FIRും ഉണ്ട്, പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ നടന്നില്ല. ആൻഡ് ആഫ്റ്റർ ദീസ് 30 FIRs were filed, അടുത്ത വയലൻസ് നടന്നപ്പോൾ ഇറ്റ് എൻഡഡ് ഇൻ മർഡർ. Okay, so when the FIRs were filed, if the police had investigated, this murder would not have taken place. ഇപ്പോൾ FIRs ഫയൽ ചെയ്തപ്പോൾ തന്നെ ഇവർ അന്വേഷിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മർഡർ ഒഴിവാക്കാമായിരുന്നു. പക്ഷേ they did not do anything, and that ended in the murder of the trans person. Okay, the rest of the essay we'll deal with in the next video.